ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോപാത്തോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതില് ഫസ്റ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഹിസ്റ്റോപാത്തോളജി? ഹിസ്റ്റോപാത്തോളജിയുടെ പ്രൈമറി ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു സ്റ്റഡി ബയോകെമിക്കൽ റിയാക്ഷൻസ്, ടു എക്സാമിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ടിഷ്യൂ, ടു അനലൈസ് ബ്ലഡ് സാമ്പിൾ, ടു സ്റ്റഡി ബാക്ടീരിയൽ ഗ്രോത്ത്. അപ്പൊ ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും അതിന്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഹിസ്റ്റോപാത്തോളജി എന്താണ് ചെയ്യുന്നത്? വിൽ എക്സാമിൻ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ടിഷ്യൂ അല്ലെ, മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ടു എക്സാമിൻ ദി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ടിഷ്യൂ. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അത് നമ്മുടെ ടിഷ്യൂവിന്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. അപ്പൊ അത് എന്തിൽ എയ്ഡ് ചെയ്യും? ഡയഗ്നോസിങ് പിന്നെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി എന്നുള്ളതാണ്, ടു എക്സാമിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ടിഷ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് which of the following stains is most commonly used for routine tissue staining in histopathology? കോമൺ ആയിട്ട് ഹിസ്റ്റോപാത്തോളജി ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എന്നുള്ളത് എച്ചാൻഡി സ്റ്റെയിൻ അല്ലെങ്കിൽ ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമൺ ആയിട്ട് നമ്മുടെ ഹിസ്റ്റോപാത്തോളജി ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ഗ്രാം സ്റ്റെയിൻ എന്തിനായിരുന്നു? നമ്മൾ ബാക്ടീരിയോളജിയിൽ അല്ലെങ്കിൽ ബാക്ടീരിയൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. പിന്നെ ജിംസ സ്റ്റെയിൻ എന്തിനായിരുന്നു? ബ്ലഡ് സ്മിയേഴ്സിന്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബോൺ മാരോ അനാലിസിലൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ സിൽവർ സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? റെറ്റിക്കുലാർ ഫൈബേഴ്സിനൊക്കെ അല്ലെ. നമ്മുടെ എച്ച് സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് മെത്തേഡ്, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ എച്ച് സ്റ്റെയിൻ അല്ലെങ്കിൽ ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. എച്ച് സ്റ്റെയിൻ പിന്നെ നമ്മൾ ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്ന സമയത്ത് ഹെമറ്റോക്സിലിൻ എന്താണ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യും. ഇയോസിൻ എന്ത് ചെയ്യും? നമ്മുടെ സൈറ്റോപ്ലാസത്തിനെ സ്റ്റെയിൻ ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഫിക്സേറ്റീവ് ഇൻ ഹിസ്റ്റോപാത്തോളജി? നമ്മൾ പിന്നെ ഹിസ്റ്റോപാത്തോളജിയിൽ ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? ടു പ്രിവെന്റ് ടിഷ്യൂ ഡീകേ ആൻഡ് പ്രിസർവ് മോർഫോളജി. നമ്മളൊരു ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതുപോലെ തന്നെ അതിന്റെ മോർഫോളജി കാര്യങ്ങൾ എല്ലാം പ്രിവെന്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫിക്സേറ്റീവില് അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ടു കളർ ദ ടിഷ്യൂ ഒരിക്കലും ഒന്നല്ല. കളർ ചെയ്യാൻ നമ്മൾ എന്തായിരുന്നു? സ്റ്റെയിൻ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ ടു മേക്ക് ടിഷ്യൂ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈലിൻ ആണ്. പിന്നെ ടു പ്രിപ്പയർ ദ ടിഷ്യൂ ഫോർ സ്ലൈസിങ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഹിസ്റ്റോപാത്തോളജിയിലുള്ള സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്നുമല്ല. പ്രൈമറി അതൊരു ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? അതിന്റെ മോർഫോളജി, അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിന് അതിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ ഹിസ്റ്റോപാത്തോളജി? നമ്മളിപ്പോൾ നേരത്തെ കോമൺലി യൂസ് സ്റ്റെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കോമൺലി യൂസ് ഫിക്സേറ്റീവ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമാലിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർമാലിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. ഓപ്ഷൻ എ, മെത്തനോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സൈറ്റോളജിയിലും ബ്ലഡ് ഫിലിംസിലുമാണ് യൂസ് ചെയ്യുക. അതുപോലെ എത്തനോൾ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ സൈറ്റോളജിക്കൽ സ്പെസിമെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടിഷ്യൂ സ്പെസിമെൻസിന് എന്ത് ചെയ്യാറില്ല, നമ്മൾ ലെസ് കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എലോൺ പിന്നെ അത് അസറ്റിക് ആസിഡ് നമ്മൾ അത്രയും യൂസ് ചെയ്യാറില്ല. ഫോർമാലിനാണ് നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ഹിസ്റ്റോപാത്തോളജി വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു കട്ട് വെരി തിൻ സെക്ഷൻ ഓഫ് ടിഷ്യൂ? ഏതാണ് നമ്മൾ ഹിസ്റ്റോപാത്തോളജിയിൽ ടിഷ്യൂസ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ ബി മൈക്രോടോം ആണ്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. മൈക്രോസ്കോപ്പ്, ഓട്ടോക്ലേവ്, സെൻട്രിഫ്യൂജ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. എല്ലാത്തിൻ്റെതും മൈക്രോസ്കോപ്പ് എന്തിനായിരുന്നു? പിന്നെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോക്ലേവ് എന്തിനാണ്? സ്റ്റെറിലൈസേഷൻ ആണ്. സെൻട്രിഫ്യൂജ് എന്തിനാണ്? സെപ്പറേറ്റ് കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ മൈക്രോടോം ആണ് എന്ത് ചെയ്യുന്നത്? പാരഫിൻ എംബഡഡ് ടിഷ്യൂസിനെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ പ്രോസസ് യൂസ് പാരഫിൻ വാക്സ്. എങ്ങനെയുള്ള ടിഷ്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ പാരഫിൻ വാക്സിൽ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, എംബഡിങ് ആണ്. അപ്പോൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് വാക്സ് യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഫിക്സിങ് എന്ന് പറയുന്നത് ഫിക്സേറ്റീവ് എന്താണ്? പിന്നെ പ്രിസർവ് ടിഷ്യൂസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഏത് ടിഷ്യൂ പ്രോസസിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? പാരഫിൻ വാക്സ് യൂസ് ചെയ്യുന്നതാണ്. എംബഡിങ് ആണ് അല്ലെ. സ്റ്റെയിനിങ് നമുക്കറിയാം എന്താണ്?
പിന്നെ അപ്ലൈങ് ഡൈസ് ടു സെക്ഷൻസ് അല്ലെങ്കിൽ വാക്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഫിക്സേറ്റീവ് എന്താണ്, പ്രിസർവ് ടിഷ്യൂസ് ആണ്. അതുപോലെ ഫ്രീസിങ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്രയോ സെക്ഷനിങ് ആണ്, അതായത് പാരഫിൻ എംബഡിങ്ങിനല്ല. ഓക്കെ, എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എംബഡിങ് ടിഷ്യൂസ് പാരഫിൻ പ്രൊവൈഡ് സ്റ്റേബിൾ മീഡിയം ഫോർ കട്ടിങ് അൾട്രാ തിൻ. അതായത് നമുക്ക് ഒരു എംബഡിങ്ങിൽ എംബഡി ചെയ്ത് വെച്ചാൽ, പാരഫിൻ വാക്സിൽ എംബഡി ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അൾട്രാ തിൻ സെക്ഷൻ ആയിട്ട് മൈക്രോടോമിലൂടെ നമുക്ക് പിന്നീട് അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ടു ഐഡന്റിഫൈ കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ് ലൈക്ക് കൊളാജൻ. കൊളാജൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊളാജനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ റുട്ടീൻലി സ്റ്റെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെമറ്റോസിലിൻ ഇയാസിൻ സ്റ്റെയിൻ ആണ്. നമ്മൾ കൊളാജനൊക്കെ ആയിട്ട്, അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പെർട്ടിക്കുലർ പിന്നെ കാര്യങ്ങൾക്ക് എന്തായിട്ടുണ്ടായിരിക്കും, പെർട്ടിക്കുലർ ടിഷ്യൂസിന് നമുക്ക് പെർട്ടിക്കുലർ സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ കൊളാജൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, മാസൺ ട്രൈക്കോം സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. PAS എന്ന് പറയുന്നത് പെറോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിസാക്രൈഡ്സിനാണ്. അതുപോലെ ജിംസ സ്റ്റെയിൻ നമുക്കറിയാം ബോൺ മാരോ അല്ലെങ്കിൽ ബ്ലഡ് സ്മിയേഴ്സിനൊക്കെയാണ്. ഗ്രാം സ്റ്റെയിനിങ് നമ്മുടെ ബയോളജിക്കൽ ഇതിലാണ്. പക്ഷെ PAS എന്ന് പറയുന്നത് എന്തായിരിക്കും, പോളിസാക്രൈഡ്സിനെ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മാസൺ ട്രൈക്കോം ആണ് എന്തിന് യൂസ് ചെയ്യുക, കൊളാജന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ അപ്പോൾ ഏതായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു PAS ആണ്, അതായത് പോളിസാക്കറൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി ഹെമറ്റോസിലിൻ എന്താണ്, അത് പിന്നെ ന്യൂക്ലിയസിനെ മാത്രമേ സ്റ്റെയിൻ ചെയ്യുള്ളൂ, അതുകൊണ്ട് ഹെമറ്റോസിലിൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇയോസിൻ എന്തായിരിക്കും, സൈറ്റോപ്ലാസ്റ്റിനെ മാത്രമേ സ്റ്റെയിൻ ചെയ്യുള്ളൂ, നമുക്ക് ഗ്ലൈക്കോജനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വരുന്നത് ആൽഷ്യൻ ബ്ലൂ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസിഡ് മ്യൂക്കോ പോളിസാക്രൈഡ്സിനാണ്. അതായത് ആസിഡ് മ്യൂസിൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ആൽഷ്യൻ ബ്ലൂ ആണ്. അപ്പോൾ PAS ആണ് പോളിസാക്രൈഡ്, ഗ്ലൈക്കോജന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി ആൽഷ്യൻ ബ്ലൂ കൂടെ ഒന്ന് നോക്കി വെക്കുക. ആസിഡ് മ്യൂസിൻ അല്ലെങ്കിൽ ആസിഡിക് മ്യൂക്കോ പോളിസാക്രൈഡ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൽഷ്യൻ ബ്ലൂ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് what type of microscope is commonly used to examine histopathological slides. Histopathological slides നമ്മൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള മൈക്രോസ്കോപ്പ് ഏതൊക്കെയായിരുന്നു, ഇലക്ട്രോ മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അൾട്രാ സ്ട്രക്ചറൽ സ്റ്റഡീസിനാണ്. അതായത് നമ്മൾ റുട്ടീൻ ഹിസ്റ്റോളജിയിൽ യൂസ് ചെയ്യാറില്ല, അൾട്രാ സ്ട്രക്ചറൽ സ്റ്റഡീസിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇലക്ട്രോ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. പിന്നെ സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ബി വന്നിട്ടുള്ളത് എന്താണ്, പിന്നെ ഈ സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ലോ മാഗ്നിഫിക്കേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3D വ്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഹിസ്റ്റോപാത്തോളജിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തത് ഫേസ് കോൺട്രാസ്റ്റ് ആണ്. അത് നമുക്ക് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള ലൈവ് സെൽസിനൊക്കെയാണ് നമ്മൾ ഫേസ് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ 4 മൈക്രോസ്കോപ്പിന്റെ യൂസസ് ആണ് ഇതിൽ കണ്ടിട്ടുള്ളത്. കോമൺ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ ഹിസ്റ്റോപാത്തോളജിക്ക് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഏതായിരുന്നു, അൾട്രാ സ്ട്രക്ചറിലാണ്. സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് നമുക്ക് എന്ത് തരും, 3D വ്യൂസ് ഒക്കെയാണ് തരിക. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫേസ് കോൺട്രാക്ട് എന്തായിരുന്നു, നമുക്ക് സ്റ്റെയിൻ ചെയ്യാത്ത ലൈവ് സെൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് this stain is used to identify acid-fast bacteria like mycobacterium tuberculosis in tissue. ടിഷ്യൂസിലെ മൈക്കോബാക്ടീരിയം പോലുള്ള ബാക്ടീരിയ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സീൽ നെൽസൺ സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ PAS നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിസാക്രൈഡ് ആണ്. ഹെമറ്റോക്സിലിൻ എന്താണ്, ജനറൽ ടിഷ്യൂ സ്റ്റെയിനിങ് ആണ്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റില്ല, ബാക്ടീരിയക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി സുഡാൻ സ്റ്റെയിൻ, സുഡാൻ ബ്ലാക്ക് എന്ന് പറയുന്നത് ഏതാനും ലിപ്പിഡ്സിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇപ്പൊ നിങ്ങൾ ഇതിൽ ഒരുപാട് സ്റ്റെയിൻസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ആൽഷ്യൻ ബ്ലൂ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സുഡാൻ ബ്ലാക്ക് പഠിച്ചു. സുഡാൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലിപ്പിഡിനാണ്. ഹെമറ്റോക്സിലിൻ ഇയോസിൻ എന്താണ്, റുട്ടീൻ സ്റ്റെയിൻ ആണ്. PAS എന്തായിരുന്നു, പോളിസാക്രൈഡ് ഗ്ലൈക്കോജനൊക്കെ ആയിരുന്നു സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി.